എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? ഇന്ന് നമ്മളൊരു മസാല പുരട്ട കാണിക്കുന്നത്. അതിനായിട്ട് സോയ തിളപ്പിച്ച് കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞ് മസാല പുരട്ടി മാറ്റി വയ്ക്കുക. ഒരു ചീഞ്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്ത് വഴറ്റുക. പിന്നെ 2 സവാള അരിഞ്ഞത് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പോ പഞ്ചസാര ഏതെങ്കിലും ഒന്ന് ചേർത്ത് വഴറ്റുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഓരോ ടീസ്പൂൺ വീതം മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് വഴറ്റി പച്ചമണം പോകുമ്പോഴേക്കും ഒരു തക്കാളിയും മസാല പുരട്ടി വെച്ച സോയയും ചേർത്ത് ലേശം വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം കേട്ടോ. ഇതാ വിസിലെല്ലാം പോയി, സോയ നന്നായി വെന്തിട്ടുണ്ട്. ഇനി വേറൊരു ചൂട് കട്ടിയുള്ള പാൻ വെച്ചിട്ട് അതിലേക്ക് പെരിഞ്ജീരകം, ഗ്രാമ്പൂ, പട്ട, ലീഫ് എല്ലാം ചേർത്ത് വഴറ്റുക. അതിലേക്ക് വീണ്ടും കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു സവാളയുടെ പകുതിയോ അല്ലെങ്കിൽ ഒരു ചെറിയ സവാളയോ ചേർത്ത് വഴറ്റുക. അതിലേക്ക് ലേശം ഉപ്പോ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. പിന്നെ നേരത്തെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന മസാലയിൽ ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ടൊരു നന്നായി മൂത്ത് മണം വരുന്നവരെ വഴറ്റുക. ബ്രൗണിഷ് അല്ല, കുറച്ചും കൂടി കളർ ചേഞ്ച് ആവണം. തീ കുറച്ച് വെച്ച് വേണം വഴറ്റാൻ. ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കുക. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ചേർക്കാം കേട്ടോ, വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ. ഞാനിപ്പോഴേ ചേർക്കുന്നത്. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂർക്കയുണ്ട്, ആ കൂർക്ക ഇതിലേക്ക് ചേർക്കുക. ആ കൂർക്കയിലുള്ള വെള്ളം കൊണ്ട് മസാലയൊക്കെ നന്നായി പുരണ്ട് വരും കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലേശം വെള്ളം കൊണ്ട് ഒഴിക്കുക. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഉപ്പും ചേർത്ത് വീണ്ടും ഇതൊരു വിസിൽ വരുന്നവരെ വേവിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മസാലയുടെയൊക്കെ അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പറയാം, നോക്കണം കേട്ടോ. ഇപ്പോൾ ഇത് മസാലയെല്ലാം പുരണ്ട് കൂർക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന സോയയില്ലേ, അത് ചേർക്കാം. അതും ചേർത്ത് നന്നായി ഇളക്കുക. പിന്നെ കറിവേപ്പില, പച്ചമുളകൊക്കെ വീണ്ടും വേണമെങ്കിൽ ചേർക്കുക. ഉപ്പ് നോക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക വേണമെങ്കിൽ. പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ബട്ടറോ 1 സ്പൂണ് നെയ്യോ ചേർക്കാം കേട്ടോ. അത് പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കും, കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതെല്ലാം കണ്ട് എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അതോടൊപ്പം മല്ലിച്ചപ്പിന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ.